ക്യാമ്പുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ എത്രയും വേഗം വാടക വീടുകളിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ധാരാളം ആളുകൾ സ്വന്തം വീടുകൾ നൽകാമെന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട്. അതിനിടയിലാണ് സർക്കാർ തന്നെ അവരുടെ കീഴിലുള്ള കെട്ടിടങ്ങൾ കണ്ടെത്തി വാടക വീടുകൾക്ക് പകരം സ്വന്തം സർക്കാർ കെട്ടിടത്തിലേക്ക് മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് കൽപ്പറ്റയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലുള്ള റെസ്റ്റ് ഹൗസിന്റെ കെട്ടിട പരിധിയിലുള്ള ഒരു ക്വാർട്ടേഴ്സ് തന്നെ കണ്ടെത്തി വൃത്തിയാക്കിയിരിക്കുന്നു. ഈ കെട്ടിടത്തിൽ 3 മുറികളുണ്ട്. അതായത് മന്ത്രിമാർ ഇവിടെ സന്ദർശനം നടത്തി. അവർ പറയുന്നത് വേണമെങ്കിൽ 3 കുടുംബങ്ങളെ ഇവിടെ പാർപ്പിക്കാനുള്ള സൗകര്യമുണ്ട്, അടുക്കളയുണ്ട്, ഹാളുണ്ട്, അങ്ങനെ 3 കുടുംബങ്ങളെ താമസിപ്പിക്കാം. അല്ലെങ്കിൽ നിരവധി അംഗങ്ങളുള്ള കുടുംബമാണെങ്കിൽ എല്ലാവരെയും ഒരുമിച്ച് ഇവിടെ താമസിപ്പിക്കാൻ കഴിയും. ഇതുപോലെ 27 ക്വാർട്ടേഴ്സുകൾ ജില്ലയിൽ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മറ്റ് വകുപ്പുകളുടെ കീഴിലും ഇതേ രീതിയിൽ 64 കെട്ടിടങ്ങൾ ഉണ്ടെന്നാണ് മന്ത്രിമാർ അറിയിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ സർക്കാർ തന്നെ മാതൃക കാണിച്ചുകൊണ്ട് എത്രയും വേഗം സർക്കാർ സംവിധാനങ്ങളുടെ കീഴിലുള്ള കെട്ടിടങ്ങളിലേക്ക് ഈ ക്യാമ്പുകളിൽ സ്കൂളുകളിൽ കഴിയുന്ന കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ നാളെ വൈകുന്നേരത്തിനുള്ളിൽ തന്നെ എത്ര കെട്ടിടങ്ങൾ വയനാട് ജില്ലയിൽ വാടക കെട്ടിടങ്ങളായി ലഭിക്കുമെന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രിമാർ അറിയിച്ചു. എവിടെയൊക്കെ ഒഴിവുകളുണ്ടോ ആ ഒഴിവുകൾ എല്ലാവരും സഹകരിച്ചുകൊണ്ട് ക്യാമ്പിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ താമസിക്കാൻ താൽക്കാലിക പുനരധിവാസത്തിന് വേണ്ടി തയ്യാറാക്കുക. അതിന്റെ ഭാഗമായി സർക്കാർ തന്നെ മുൻകൈ എടുക്കുകയാണ്. സർക്കാർ സംവിധാനങ്ങളെ ആദ്യമായി തുറന്നു കൊടുക്കാൻ തീരുമാനിക്കുക. ക്വാർട്ടേഴ്സുകൾ ഇവിടെ ഏതൊക്കെയുണ്ട് എന്ന് പൊതുവെ പരിശോധിച്ചു. ആ ക്വാർട്ടേഴ്സുകൾ നോക്കിയപ്പോൾ പൊതുമരാമത്ത് വകുപ്പിന്റെ 27 ക്വാർട്ടേഴ്സുകളുണ്ട്. അതിനു പുറമെ മറ്റു വകുപ്പുകളുടെ ക്വാർട്ടേഴ്സ് അടക്കം 64ഓളം ക്വാർട്ടേഴ്സുകൾ. ആ ക്വാർട്ടേഴ്സുകൾ മുഴുവൻ ക്യാമ്പ് അംഗങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കാൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചു. ഇനി നമുക്ക് വാടക വീടുകളുടെ അവസാനത്തെ ലിസ്റ്റ് നാളെ വൈകുന്നേരത്തിനുള്ളിൽ ലഭ്യമാക്കണം എന്ന് കർശനമായി നമ്മൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. ആരൊക്കെയാണോ അർഹരായ വിധത്തിൽ അങ്ങോട്ട് പോകേണ്ടത് ആ ലിസ്റ്റ് തയ്യാറാകും. ഇങ്ങനെ വാടകയ്ക്ക് എടുക്കുന്ന അല്ലെങ്കിൽ സർക്കാർ സംവിധാനത്തിന് കീഴിൽ നൽകുന്ന ക്വാർട്ടേഴ്സുകളിൽ ഫർണിച്ചറുകൾ ആവശ്യമാണ്. അതായത് ബെഡ്, കിടക്ക, അലമാര, പാത്രങ്ങൾ, അങ്ങനെ അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങൾ, കിടപ്പുമുറിയിലേക്ക് വേണ്ട സാധനങ്ങൾ ഉൾപ്പെടെ നിരവധിയായ സാധനങ്ങൾ ആവശ്യമുണ്ട്. ഈ വാടക കെട്ടിടങ്ങളുടെ കണക്ക് ലഭിച്ചാൽ ഉടൻ തന്നെ ഓരോ കെട്ടിടത്തിലേക്കും വേണ്ട ആവശ്യമായ സാധനങ്ങളുടെ ലിസ്റ്റ് സർക്കാർ സംവിധാനം തയ്യാറാക്കും. അതിനനുസരിച്ച് മാത്രം സാധനങ്ങൾ വയനാട്ടിലേക്ക് കയറ്റി വിട്ടാൽ മതിയെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും നാളെ വൈകുന്നേരത്തോടുകൂടി ഈ കെട്ടിടങ്ങളുടെ കണക്ക് ഒരു ഫൈനൽ ലിസ്റ്റായിട്ട് സർക്കാരിന് ലഭിക്കുകയും ചെയ്യും. വയനാട് കൽപ്പറ്റയിൽ നിന്ന് വീഡിയോ ജേർണലിസ്റ്റ് സുബൈർ ഫൈസിക്കൊപ്പം റിപ്പോർട്ടർ സിനോജ് തോമസ് ഇൻ റിപ്പോർട്ടർ.